ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് വെളിപ്പെടുത്തലുകളും ചർച്ചകളും വിവാദങ്ങളും തുടരുന്ന സമയമാണ്. അപ്പോഴും ഇതിനൊക്കെ മുൻപ് തന്നെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടമാക്കുന്ന പല കലാകാരന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അതിലൊരാളാണ് രഞ്ജിനി ഹരിദാസ്. രഞ്ജിനിയാണ് ഇത്തവണ Q18 നമുക്കൊപ്പം. നമസ്കാരം രഞ്ജിനി. ഹായ് അപർണ, കുറെ നാൾക്ക് ശേഷം. ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുക, ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറയാൻ ഒരു മടിയും പണ്ടും ഇല്ലാത്ത ഒരാളാണ് രഞ്ജിനി. പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരിക, ഒരുപാട് പേര് വളരെ തുറന്ന അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആക്ച്വലി ഈ റിപ്പോർട്ടടക്കം ഒരു ഷോക്കായോ, അതോ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയ ആൾ കൂടിയാണ് രഞ്ജിനി? ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പം ആ ഇൻട്രോയിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഐ തിങ്ക് ഈ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഈ ട്രോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇത്രയും അധികം നമ്മൾ കാണുന്ന കഴിഞ്ഞൊരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുമ്പേ കേട്ട ഒരാളാണ് ഞാൻ. ഓക്കെ, അഭിപ്രായങ്ങൾ തുറന്നു വെച്ച ഒരാളാണ് ഞാൻ. സോ ഡെഫിനറ്റ്ലി ഇന്ന് ഈ പെൺകുട്ടികൾ ധൈര്യത്തോടെ വന്ന് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, അക്യൂസേഷൻസ് ആണ് ഇപ്പോൾ, ചിലത് FIR ആയി മാറിയിരിക്കുന്നു. പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് അവർ വിമൻ ടുഡേ, ബിക്കോസ് ആ മാറ്റം ഞാൻ കാണുകയാണ്. 10-20 വർഷം മുമ്പ് തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ ധിക്കാരികളും അഹങ്കാരികളും പിഴച്ചവളും വേശ്യകളും എന്നൊക്കെ വിളിച്ച ആ സമൂഹത്തിൽ തന്നെയാണ് ഈ മാറ്റം വരുന്നത്. അപ്പം എസ്പെഷ്യലി ഫ്രം എൻ ഇൻഡസ്ട്രി ലൈക്ക് ദ ഫിലിം ഇൻഡസ്ട്രി. സോ ഇപ്പം WCC എന്ന് പറഞ്ഞ വിമൻസ് കളക്റ്റീവിലെ ആ സ്ത്രീകൾ അവർ ആ ഒരു ആശയം ഉന്നയിച്ച സമയം അതിനെ എന്തോരം നമ്മൾ തെറി പറഞ്ഞു, ആൾക്കാർ തെറി പറഞ്ഞു. ഇപ്പം അതേ ആൾക്കാർ തന്നെ അത് മാറ്റി പറയാനുള്ള ഒരു അവസ്ഥ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു റിലീസോടുകൂടി. ആൻഡ് ഇപ്പം ചുറ്റും നടക്കുന്ന ഒരു കൊള്ളക്കം കാണുമ്പോൾ ഒരു രീതിയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഐ എം ഫീലിംഗ് വെരി സാഡ് ദാറ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷോക്ക്ഡ്. ഒരു ഷോക്കും ഇല്ല. ഇതൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട്, ഇന്നലെയും സംഭവിക്കുന്നുണ്ട്, നാളെ സംഭവിക്കാതിരിക്കട്ടെ എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഹോപ്പ്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ മേഖലകളിലും, വീട്ടിൽ നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും റൂട്ടിൽ നടക്കുവാണെങ്കിലും ബസ്സിൽ പോവുകയാണെങ്കിലും വർക്ക് ചെയ്യുന്ന മേഖലയിലായാലും ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ എനിക്ക് അനുഭവം വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ വളരെ പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഒച്ചയമ്പളം ഉണ്ടാക്കിയിട്ടാണ് വന്നത്. ബിക്കോസ് അപ്പം തന്നെ മുഖത്ത് നോക്കി പറയാം അനുഭവം പക്ഷെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫിലിമിൻ ഞാൻ രഞ്ജിനിയുടെ വന്ന ഇൻഡസ്ട്രിയിൽ ആ ഇതിലേക്ക് കടക്കാം. പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത് കൊണ്ട് ചോദിക്കുകയാണ്, അതിൻ്റെയും പാർട്ടായി നിന്നത് കൊണ്ട് അതിൽ അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് രഞ്ജിനിക്ക് ഉണ്ടായിട്ടുണ്ട്? സിനിമയിൽ എനിക്കുണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ നെയിംസ് എടുക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ഫോർ എനിത്തിങ്. നമ്മൾക്ക് ഇതൊക്കെ മൈൻഡ് ചെയ്ത് കിടക്കുകയാണ്. സോ കപ്പിൾ ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ഐ ഹാവ് ഹാഡ്, ഐ കൻ ടെൽ യു. നത്തിങ് സെക്ഷുവൽ, പക്ഷേ എനിക്കല്ല. ഞാനൊരു ഫിലിമിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ ഒരു കുട്ടിയുണ്ട്. ഇത് കഥകൾ മാത്രമാണ്, അതാണ് എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു സ്പ്രെഡ് ആൻഡ് ആഡ് ടു ദി സ്റ്റോറീസ്, യുനോ. അവിടെ ഒരു അമ്മയും മോളും ഉണ്ടായിരുന്നു. അവരൊറ്റയ്ക്കാണ് ഷൂട്ടിൽ വന്നത്. ആ ഡയറക്ടറും ഈ അമ്മയുമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് സെറ്റ് മുഴുവൻ പാട്ടാണ്. ഞാൻ താമസിക്കുന്നത് വേറെ അടുത്താണ്. അപ്പം അങ്ങനത്തെ കഥകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെറ്റിലും ഇങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരിട്ട് എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മോളുമാണ്. അതിനിടയിൽ അമ്മ വീട്ടിൽ പോയി മോള് ഡയറക്ടറിൻ്റെ കൂടെ തന്നെ ഒരു റൂമിൽ താമസിക്കുന്നു. 8-10 വയസ്സുള്ള മോളേ ഉള്ളു. അയാൾ നോക്കുകയാണോ, അതൊക്കെ ഇറ്റ് ഷുഡൻ ബി അലൗഡ്, ഇറ്റ് ഷുഡൻ ബി ഈവൻ അലൗഡ്. സോ ഇതൊക്കെ ഞാൻ എങ്ങനെ അതിൽ പ്രതികരിക്കും? അപ്പോൾ ഇറ്റ്സ് എ വെരി അൺകംഫർട്ടബിൾ ഇൻഡസ്ട്രി, ഇറ്റ്സ് എ വെരി അൺകംഫർട്ടബിൾ ഇൻഡസ്ട്രി. ആൻഡ് അതിൽ എൻ്റെ ഏറ്റവും ഫസ്റ്റ് മെമ്മറി ഞാൻ പറയാം. ഐ തിങ്ക് ഐ വാസ് 15 വയസ്സ് 14 വയസ്സ് മോഡലിംഗ് ഒക്കെ തുടങ്ങിയൊരു സമയം. ആ സമയം മോഡലിംഗ് ചെയ്താൽ തന്നെ നമുക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല, അത് വരും. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പൂപ്പനും എൻ്റെ അമ്മയും കൂടെ എന്നെ കൊണ്ടുപോവാണ് ഒരു ഡയറക്ടർ, വെരി ഫേമസ് ഡയറക്ടറിനെ കാണിക്കാൻ. ആ റൂമിൽ കയറുമ്പോൾ കുറേ ആണുങ്ങൾ, ലോട്ട് ഓഫ് മെൻ, വെരി ഫേമസ് ഡയറക്ടർ. ഓക്കെ, ഹോട്ടൽ റൂംസിലാണ് നമ്മൾ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അത് തന്നെ തെറ്റല്ലേ? ഇന്നും അത് തന്നെ വർഷമായി ഞാനിത് പറയുന്നത്. 1998 കാര്യമാണ്, 98, 97. അതിന് മുമ്പും ഇത് തന്നെയാണ്. ഹോട്ടൽ റൂംസിലാണ് ആൾക്കാർ മീറ്റിംഗ് നടത്തുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. വൈ ഇസ് ഇറ്റ് ഹാപ്പൻ? അപ്പൊ എനിക്കിതൊക്കെയാണ് കലി വരുന്ന കാര്യങ്ങൾ. ഇത്രയും വർഷത്തിന് ശേഷം ഓഡിഷൻ എന്ന് പറഞ്ഞാൽ, മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ റൂംസിലേക്കല്ല എല്ലാവരും വിളിക്കുന്നത്. വൈ ആർ യു ഗോയിങ് ടു ഹോട്ടൽ ടു ഡു എ മീറ്റിംഗ്? അത് അന്ന് നമുക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. ഇന്ന് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ. അന്ന് ആ ഒരു ഓഡിഷൻ നടന്നോ, അതോ അത് വേണ്ട എന്ന്? ഇല്ല, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കുട്ടി സിനിമയ്ക്കുള്ള കുട്ടിയല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. എല്ലാം വിളിച്ചു എനിക്കറിയത്തില്ല. ഇറ്റ്സ് വെരി ഫേമസ്. ആൻഡ് അദ്ദേഹത്തിന്റെ വാക്കിന് ഒരിക്കലും മറക്കില്ല പറഞ്ഞ. ഹി ടോൾഡ് മീ യു ഡോണ്ട് ബിലോങ് ഇൻ ദിസ് ഫിലിം ഇൻഡസ്ട്രി.
ഈ പറഞ്ഞ പോലെ സിനിമ ഓഡിഷൻ നടക്കുന്നത് ഹോട്ടൽ മുറികളിലാണ്. അവിടെ എന്ത് നടക്കുന്നു, അത് ആരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഓക്കെ, ഇതിന് ഇപ്പോഴും ആ ട്രഡീഷൻ അവർ ഐ ആം ഷുവർ അല്ലേ ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും അങ്ങനെയാണ് എന്ന്. ബിക്കോസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓൺലൈനിൽ കാണുന്നത്? ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഒരു സ്ഥലത്ത് ന്യൂസ് ചാനൽസിലെ ന്യൂസ് വരുന്നുണ്ട്, രണ്ടാം സ്ഥലത്ത് ഓൺലൈനിൽ കുറേ ന്യൂസ് വരുന്നുണ്ട്. അത് ചില സമയത്ത് ഇപ്പുറത്തേക്ക് വരുന്നത് എല്ലാം കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുകയാണ്. ബിക്കോസ് അത്രയും അധികം സാധനങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലൈക്ക് WCC ഹാസ് സെഡ്, നമ്മളുടെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ചൂടുപിടിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ്, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വാട്ട് മൈ പ്രോബ്ലം. ഒന്ന്, എന്തുകൊണ്ട് 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്? അതിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, റിപ്പോർട്ട് അത് തന്നെയല്ലേ. 4.5 വർഷം മുമ്പും ഇതേ റിപ്പോർട്ട് വരായിരുന്നു. സോ ഐ ഫീൽ ദ ഗവൺമെന്റ് ഇസ് റെസ്പോൺസിബിൾ ടു ആൻസർ ടു ദാറ്റ്. അതിനൊരു ഉത്തരം നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യൽ അടുത്ത് ചോദിക്കണം. എന്താ ചോദിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം എല്ലാവരും ആരെ അബ്യൂസ് ചെയ്തു, ആരെ തൊട്ടു, ആരെ പീഡിപ്പിച്ചു, അത് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആണ്, അതും ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ, നടക്കരുതെന്ന് ഞാൻ പറയണ്ട. ബിക്കോസ് ഈ ഒരു സമയത്ത് ആൾക്കാർ പ്രതികരിച്ചാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവും. Okay, that is fine. My main problem, one is that. Number two, systematic ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് എന്താ സംസാരിക്കാത്ത? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലേ? ലൈക്ക് ഫോർ എക്സാമ്പിൾ ICC എന്ന് പറഞ്ഞൊരു സാധനം, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെ, IC എന്ന് പറഞ്ഞൊരു കമ്മിറ്റി എല്ലാ സിനിമാ സെറ്റിലും ഉണ്ടാക്കിയ ശേഷം അതിന്റെ ഒരു പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം സെൻട്രൽ ഈ സെൻസർഷിപ്പ് പാസ് ചെയ്യണം. മേക്ക് ദം റെസ്പോൺസിബിൾ. ഇതും ഞാൻ WCCയുടെ റെക്കമെൻഡേഷൻ ആയിട്ടാണ് ഞാനിത് വായിച്ചതോ കണ്ടതോ എവിടെ. ഇങ്ങനത്തെ കാര്യം കൂടി ഇതിന്റെ സൈഡിൽ കൂടെ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ഇത്രയും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി പിന്നെ ഇത് മങ്ങിപ്പോരുത്. ഇതാണ് നടക്കുന്നത് എപ്പോഴും. ഇപ്പം തമിഴ്നാട്ടിൽ നടന്ന മീ ടു ക്യാമ്പയിൻ ഇപ്പം എന്താ അവസ്ഥ? വളരെ മെയിൻ ആയിട്ട് നിൽക്കുന്ന, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പല ആക്ടേഴ്സും അടക്കം, അവരുടെ എല്ലാം പേരുകൾ, ഡയറക്ടേഴ്സിൻ്റെ അടക്കം ഒക്കെ പേരുകൾ ഇതിനകത്ത് വരികയാണ്. അപ്പം അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കാണ്. ഇവരൊക്കെ തന്നെയാണല്ലോ ഞാൻ വിശ്വസിക്കുന്നില്ല അപർണ. ജനപ്രതിനിധികളടക്കം കേസ് നേരിടുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും അതൊരു ഷോക്ക് വരും. ഇതിൽ ഷോക്ക്, ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണോ എനിക്ക് തോന്നാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ അടുത്ത് പോകുമ്പോൾ പോലും അവർ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കമന്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവ സത്യമോ അല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞില്ല, എന്നെ കുറിച്ച് പോലും ആൾക്കാർ പറയുന്നുണ്ട്. അതിപ്പം ലൈക്ക് സെക്ഷുവൽ ഫേവേഴ്സ് നൽകുന്നു കാശിന് വേണ്ടി എന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, ഇങ്ങനത്തെ ഇത് ഷോക്കിംഗ് ആണോ എന്ന് അറിയില്ല. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഷോക്കിംഗ് അല്ല, ഇനി പബ്ലിക്കിന് ചിലപ്പോൾ ഷോക്കിംഗ് ആയിരിക്കാം. ബിക്കോസ് ഇത്രയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരാൾക്ക് അഗൈൻസ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു സിദ്ദിഖേട്ടനാണെങ്കിലും, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഓൾറെഡി ആവുന്നേ. സിദ്ദിഖേട്ടനാണെങ്കിലും മുകേഷേട്ടനാണെങ്കിലും മണിമുടി ചേട്ടനാണെങ്കിലും ബാബുരാജന്റെ ഫസ്റ്റ് എൻ്റെ മെയിൻ സിനിമയിലെ എൻ്റെ നടനായിരുന്നു, കോ സ്റ്റാർ ആയിരുന്നു. ഇവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എൻ്റെ കൂടെ ഇവർ ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷെ അവരുടെ അഗൈൻസ്റ്റ് ആണ് ഈ ആലിഗേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പം യു ആർ കൺഫ്യൂസ്ഡ്. എന്തുകൊണ്ട് എനിക്ക് അനുഭവമില്ല, എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് ഈ അനുഭവമുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിവിലേജ്ഡ് ആയിരുന്നു രഞ്ജിനി, അതുകൊണ്ടാണെങ്കിലോ? ആവാം ആബ്സല്യൂട്ട്ലി. ആ പ്രിവിലേജിൽ നിന്നും സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അല്ലെ. പക്ഷെ ഈ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ കുറെ പേര് ഇതേ സമയത്ത് കുറെ പേര് പറയുന്നുണ്ട് ഈ വരുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് നോ പറഞ്ഞുകൂടെ. ഇപ്പൊ ഞങ്ങളൊക്കെ നോ പറയുന്നു എന്നാണല്ലോ ഞങ്ങൾ തന്നെ പറയുന്നത്. ഞങ്ങൾ നോ പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് അറ്റ്. ഈ നോ എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാൻ പറ്റില്ല, എല്ലാവർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതിനെ ചോദ്യം ചെയ്യലല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അതായത് ബിഗ് ഷോട്ടുകൾ, ജനങ്ങൾ പറയുന്ന ബിഗ് ഷോട്ടുകൾ ഇതിനകത്തുണ്ട്, അവരൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഇൻഡസ്ട്രിക്ക് ഇതെല്ലാം അറിയാം. മുന്നിൽ നിൽക്കുന്ന കുറേ പേര് മാത്രമാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പലരും ഇനിയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവുമല്ലോ. പിന്നെ വേറൊരു സംഭവം കൂടെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് പറയാൻ കാരണം ഇപ്പം കുറെ സ്ത്രീകളും പുരുഷന്മാരും ആരാണെന്ന് വെച്ചാൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. അത് കുറച്ച് പേര് FIR ആക്കുന്നു. FIR എന്നൊക്കെ ഈ കേസിന് പുറകെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഇല്ലെങ്കിൽ ഇതൊന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവില്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ എന്നെ വർഷങ്ങളായി തെറി വിളിക്കുന്ന അത് നടക്കട്ടെ, അതിൻ്റെതായ രീതിയിൽ അത് നടക്കട്ടെ. മെജോറിറ്റിയിൽ പ്രൂഫ് ഉണ്ടാവില്ല. ഞാൻ പറയാം, എനിക്കിപ്പോ ചില എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ എനിക്കത് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻസിഡന്റ് എനിക്ക് കഥയായിട്ട് പറയാവുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ലല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട്. എൻ്റെ പ്രൂഫ് ഇല്ല. ഇപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 15-16 ഇയേഴ്സ് താഴെയുള്ള അവരൊക്കെ ഇതെങ്ങനെ പറയും? അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? Okay, so I would like to say this.
യെസ്, ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നത് ഇനി അങ്ങനത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം, അവർക്കുള്ള ഒരു പാഠമായിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് അല്ലേ. എല്ലാവർക്കും ഒരു ക്രേസ് ആണ് ഇതിനോട്, അതിൻ്റെ സ്റ്റാർഡമിനോട്, അതിൽ നിന്നും ലഭിക്കുന്ന ഫെയിമിനോട്, പവറിനോട്, അതിൽ നിന്ന് ലഭിക്കുന്ന മണിയോട്. അതിനോട് നോ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും കാശ് ഇഷ്ടമാണ്, എല്ലാവർക്കും ഫേമസ് ആവുന്ന ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വളരെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിവിലേജിൽ നിന്നും വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. അല്ല, അത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റ് ഫീൽഡുകളിലും ഇതുപോലെ ഒരു പക്ഷേ ഇതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ട്രഡീഷൻ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നു. ദിസ് ഈസ് ഓക്കെ, ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് കയറി വരുന്നവരോട് അതായിരിക്കില്ലേ പറയുന്നത്. പക്ഷെ സ്ത്രീകളുടെ അടുത്ത് നമ്മൾ നോ പറയാനല്ലോ അവരെ പഠിപ്പിക്കണ്ടേ, ആ എൻവയൺമെന്റ് മാറ്റാനല്ലേ പഠിപ്പിക്കണ്ടേ അല്ലേ. ഇപ്പൊ പ്രശ്നം പറ്റുന്നത് എന്തുകൊണ്ട് സ്ത്രീ നോ പറയുന്നില്ല. ഇപ്പൊ കുറെ ആക്ട്രസ്, സീനിയർ ആർട്ടിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ചിലവരുടെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഓൺലൈനിൽ കാണുന്നതാണ് അവർ പറയുന്നത് അവർക്ക് വേണ്ടെങ്കിൽ അവർ വേറെ ഇൻഡസ്ട്രി പൊക്കൂടെ എന്ന്. എന്തിനു പോകണം? എന്തുകൊണ്ട് നോ പറയുന്നില്ല? എനിക്ക് നോ പറയാൻ അറിയാം, ചിലപ്പോൾ അപർണയ്ക്ക് നോ പറയാനായിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്ക് നോ പറയാൻ അറിയില്ല അപർണ, ബിക്കോസ് അവരുടെ സാഹചര്യങ്ങൾ അറിയില്ല, നമുക്കറിയില്ല അവരുടെ സാഹചര്യങ്ങൾ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഞാനിപ്പോ റിയാക്ട് ചെയ്യുന്നത്. എന്റെ 10 വയസ്സിൽ ഞാൻ ഒട്ടും റിയാക്ട് ചെയ്യാത്ത ഒരാളായിരുന്നു. 15 വയസ്സിലത് മാറി, 20 വയസ്സിലത് കൂടി, 25 വയസ്സിൽ 25 to 30 വയസ്സിൽ ഞാൻ റിയാക്ട് ചെയ്ത ആള് 30 തൊട്ട് 40 വരെ മിണ്ടായിരുന്നു. ബിക്കോസ് ഞാനെന്ന വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇന്ന് ആസ് എ വുമൺ ഞാൻ പറയുന്ന എല്ലാം ശരിയാവണമെന്നൊന്നും ഇല്ല, പക്ഷെ എനിക്ക് എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ എസ്പെഷ്യലി ഇപ്പം ഈ WCC അല്ലെങ്കിൽ ആ സർവൈവർ തുടങ്ങി വെച്ച ഈ ഒരു സംഭവം ഈ മാറ്റത്തിനൊരു ചാൻസ് ആണെന്ന് കാണുമ്പോൾ ഐ വോണ്ട് ടു സേ ഓൾസോ ഫേക്ക് അലിഗേഷൻസ് ഇതിനകത്ത് കൂടെ വരുന്നുണ്ട് എന്നൊരു ആരോപണം മറ്റൊരു ഭാഗം പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കമൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറയാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇതുപോലെ വഴങ്ങി കൊടുത്തിട്ടല്ലേ, ചില ഫേവേഴ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടല്ലേ എന്ന് പറയുന്നത്. ഒറിജിനലി അങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ഇതിനകത്ത് കടന്നു വരാനുള്ള സാധ്യത ഉണ്ടോ? ഇതിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം ഓൺലൈനിൽ വായിച്ചു. ഐ വുഡ് റാദർ സപ്പോർട്ട് എ ലയർ ദാൻ എ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നുണ പറയുന്ന ഒരു ആലിഗേഷനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ മുങ്ങിക്കോളാം, പക്ഷെ ഒരു റേപ്പിസ്റ്റിന്റെ കൂടെ എനിക്ക് എന്റെ സപ്പോർട്ട് കാണിക്കാൻ താല്പര്യം. പക്ഷെ ഐ വുഡ് റാദർ ബി ഓൺ ദിസ് സൈഡ്. മൈ ചോയ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ ഈ സൈഡിലേ നിൽക്കൂ. എന്തുകൊണ്ടാണ്? അത് പ്രൂവ് ചെയ്ത് വരട്ടെ. ബിക്കോസ് ഒരു സ്ത്രീക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ശരീരത്തിൽ തൊടുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെ, മനസ്സിൽ ആഗ്രഹമില്ലാതെ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്നെ ബസ്സിൽ തന്നെ നമ്മൾ ഒരാൾ തൊടുമ്പോൾ നമ്മൾ എന്താണ് കംഫർട്ടബിൾ ആവുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ബോഡീനെ പെണ്ണ് ജനിച്ച നാൾ മുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അല്ലെ. ഒരു വിമൻ എംപവർമെന്റിന്റെ സ്ട്രഗിളും ഫൈറ്റും ഒക്കെ വർഷാവർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വസ്ത്രം ധരിക്കാൻ തന്നെ ഫൈറ്റ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മൾ. ദെർ ആർ സോ മെനി ബേൺ ദ ബ്രാ മൂവ്മെന്റ്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വോട്ട് ചെയ്യാനുള്ള ഫൈറ്റ്, എവറിത്തിങ് ഹാസ് ബീൻ എ സ്ട്രഗിൾ ആൻഡ് എ ഫൈറ്റ് ഫ്രം ദ ബിഗിനിങ്. എല്ലാം നമ്മളുടെ തലയിലാണ്, നമ്മൾ തന്നെ നേടിയെടുക്കണം. നമുക്ക് വേണ്ടി ആരും ഒന്നും തരുന്നില്ല. നമ്മുടെ മീഡിയയുടെ മുന്നിൽ വരുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു, അത് സ്വാഭാവികമായിട്ട് അതിന് കവറേജ് പോകും. അപ്പോഴും ഈ പറയുന്ന ആരൊക്കെയാണ് ഈ ഫ്രണ്ട് റോയിലേക്ക് വന്ന് പറയുന്നത് എന്നുള്ളപ്പോൾ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഒരുപക്ഷെ പ്രധാനപ്പെട്ട നടിമാർ, അഭിനേത്രികൾ, അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഡെക്കേഡ്സ് നിന്നവർ ഒന്നും ഇതുവരെ വന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നതാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവരുടെ ട്രോമയല്ല, അവരുടെ ട്രോമ അവർ ഇത്രയും നാൾ സഹിച്ചു, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർക്ക് ഇങ്ങനത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ധൈര്യം വന്നു, അവരുടെ കൂടെ നിൽക്കാൻ മീഡിയ ഉണ്ടാവും എന്നൊന്നും അല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ആൾക്ക് എന്ത് പോവാൻ, യുനോ. ആൻഡ് ഐ ഫീൽ ദാറ്റ്സ് ഓൾസോ സോ സാഡ്. ഞാനും വിചാരിച്ചു, അതിനെക്കുറിച്ചല്ല, ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ അനുഭവമുള്ള കുറച്ച് പോപ്പുലറായ ആൾക്കാർ വന്ന് സംസാരിക്കാത്തത് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ മൊമെന്റിൽ ഈ സാധനം മാറും. ഒരു പക്ഷേ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കാം.
നമ്മളെല്ലാവരും ബോൺ സെൽഫിഷ് അല്ലേ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഞാനൊരു കൊച്ചായിട്ട് ചാറ്റ് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ആ കൊച്ച്, നമ്മൾ ഈ ഓൺലൈൻ ഓരോ പോസ്റ്റ് ഇടുമ്പം അവരുടെ പ്രതികരണം വരുമല്ലോ. അപ്പം കാഷ്വലി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ, നന്നായി സമ്മാനിക്കുന്ന, എനിക്ക് ഡിബേറ്റ്സ് ഇഷ്ടമാണ്. അവരുടെ പോയിന്റ് ഞാൻ പറയുന്നു, എൻ്റെ പോയിന്റ് ഞാൻ പറയുന്നു. തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവരുടെയൊക്കെ കൂടെ എന്ന്. സത്യമാണ്, ഞാനും സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് ഈ കുറ്റാരോപിതരുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കുറ്റാരോപിതർ നമ്മൾ എന്താ പറയുക, ദേശീയനോ ഇന്നസെന്റ് പ്രൂവൻ ഗിൽറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നിയമത്തിന്. അപ്പം ഞാൻ ആലോചിച്ചത്, ഞാനും കുറച്ച് സെൽഫിഷ് ആണല്ലോ അല്ലേ. ഇപ്പൊ രഞ്ജിനി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ രഞ്ജിനി അത് പറഞ്ഞേനെ, നേരിട്ട് പറഞ്ഞേ. എല്ലാവരും അതാ പറയുന്നത്. പക്ഷെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് പറയുന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലക്ഷ്യം എന്താണ്, അത് കുറച്ച് കഴിയുമ്പോൾ വഴി മാറിപ്പോകില്ലേ, അങ്ങനെ ഒരു പേടി. ഐ അഗ്രി. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു മോട്ടീവ് മാക്സിമം ആൾക്കാരെ കൊണ്ട് പറയിക്കുക എന്നതായി മാറി അല്ലേ. അവിടെയാണ് ഇതിൻ്റെ രീതി മാറിപ്പോകുന്നത്. ബിക്കോസ് ഇപ്പം ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആരെങ്കിലും വിചാരിച്ചോ, എക്സ് വന്ന് പറയുന്നു ഇത് ശരിയാണ്, ഞാനും എനിക്കും ഇങ്ങനെ തന്നെ പോകേണ്ടി വന്നു, ഞാനും ഇതൊക്കെ ചെയ്തു വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പം സാധനം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. മീഡിയയുടെ ഒരു രീതിയാണ് അതാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, യു ആർ ഫ്രം ദി ഇൻഡസ്ട്രി. ഇവിടെ കുറച്ച് സെൻസേഷനലിസവും കുറച്ച് അതൊക്കെയാണ് ഇപ്പം ഉള്ളത്. ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് വരുമ്പോൾ വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടും എന്നുള്ളതാണോ? അല്ല, റിപ്പോർട്ട് പുറത്ത് വരട്ടെ. റിപ്പോർട്ടിൽ പേരുണ്ടോ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് ഫുൾ അറിയാം. ഞാനത് തുടക്കം മുതൽ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഇതിലും വമ്പൻ സ്രാവുകൾക്കെതിരെ പറയാനുള്ള കറേജ് ഈ നടിമാർക്ക് കാണുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഒരു സർവൈവർ പറഞ്ഞിട്ട് എന്ത് നടന്നിട്ടുണ്ട് ഇതുവരെ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയല്ലേ. ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ ചില പേരുകൾ മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മൊഴി മാറ്റിയ അങ്ങനെ പോയി. ഈ പേരായിരുന്നില്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ വരുന്ന അലിഗേഷൻസ് എന്താണ്, നിങ്ങൾ മൊഴി മാറ്റിയതിന്റെയാണോ? മൊഴി മാറ്റിയതല്ല, ഇപ്പൊ ആരോ ഒരാളുടെ പേര് പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞു. മീഡിയയിൽ അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവാം. അത്തരം ചില സംഭവങ്ങൾ വന്നാൽ ഈ പുറത്ത് വരുന്ന ഈ വെളിപ്പെടുത്തലുകളുടെ ഒരു വിശ്വാസ്യത പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കുറെ പേര് പറഞ്ഞു ഇപ്പം റിപ്പോർട്ട് ഫുള്ളായിട്ട് പുറത്ത് വിടണ്ട. എൻ്റെ അഭിപ്രായം, എന്തായാലും റിപ്പോർട്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതല്ലേ, നിങ്ങളത് പുറത്തേക്ക് വിടൂ. അതിൽ പറഞ്ഞ സ്ത്രീകളുടെ അല്ലെങ്കിൽ എന്താ പറഞ്ഞ മൊഴി എടുത്തവരുടെ പേര് വിടണ്ട. ബിക്കോസ് യു ഹാവ് ടു പ്രൊട്ടക്ട് ദെം. ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ പെർപെട്രേറ്റേഴ്സിൻ്റെ ഈ മറ്റവർ അങ്ങനെ പേരുണ്ടെങ്കിൽ അത് വിടുക തന്നെ ചെയ്യണം. ബിക്കോസ് ഇപ്പം എന്താ നടക്കുന്നതെന്ന് അറിയോ, വെറുതെ എല്ലാവരും പേരുകൾ വലിച്ചഴക്കുകയാണ്. എന്തോരം പേരുകളാ, ഇത്രയും അധികം പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നുന്നു. ബിക്കോസ് ഫിലിം ഇൻഡസ്ട്രി, മലയാളം സിനിമ എന്ന് പറയുന്നത് എന്തോരം കോൺട്രിബ്യൂഷൻ നൽകിയൊരു മേഖലയാണ് പറഞ്ഞത്. ഐ ഫീൽ വെരി ബാഡ് ഓൺ വൺ സൈഡ്. ബിക്കോസ് അതിൽ കുറേ നല്ല ആൾക്കാരുണ്ട്, എന്തോരം നല്ല എക്സ്പീരിയൻസസ് ആണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം സീരിയൽ മേഖലയിൽ ഇത്തരം ആരോപണങ്ങൾ ആരോ എൻ്റെ അമ്മ പറഞ്ഞു, ആരോ വന്ന് പറഞ്ഞു. ഇതിനു മുൻപ് മോഡലിംഗിലുള്ളതാണ്. മോഡലിംഗിലാണല്ലോ ഞാൻ ആദ്യം വന്നത്. മോഡലിംഗിൽ ഈ മോഡൽ കോർഡിനേറ്റേഴ്സ് സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും. എൻ്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ, നൗ ആക്ടർ, അദ്ദേഹത്തിന് ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ആരുടെയോ മാനേജർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിൻ്റെ സിറ്റുവേഷൻ മാറിപ്പോവും. സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ്, സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും അബ്യൂസ് ഇസ് അബ്യൂസ് അല്ലേ. അഡ്ജസ്റ്റ്മെന്റ് ആര് ചെയ്താലും അബ്യൂസ് ആര് ചെയ്താലും അത് ആണും പെണ്ണ് വ്യത്യാസമില്ലാതെ. മോഡൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നേരിട്ട് അനുഭവം ഉണ്ടോ? എനിക്കില്ല. ഇപ്പോൾ ഈ മോഡലിംഗ് വരുന്ന ഒത്തിരി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ടൈമാണ്. ആക്ച്വലി അതിന് ഭയങ്കര ഒരു വെൽക്കം ഒക്കെ ഉള്ള സമയമാണ്. ഇപ്പോഴും ഇതുണ്ട്. ഐ ഡോണ്ട് നോ, ഐ എം ഷുവർ ഉണ്ട്. മോഡലിംഗ് ഇനോഗ്രേഷൻസ് അതൊക്കെ ഐ ഷുഡ് പ്രൗഡ്ലി ടെൽ യു. ബിക്കോസ് എൻ്റെ അടുത്ത് നേരിട്ട് ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അഗൈൻ ലൈക്ക് ഐ സെഡ്, എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ, ഫോണിലല്ലേ. എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു, എത്ര കാശ് വേണമെങ്കിലും തരാം, കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുറേ ആക്ടേഴ്സിൻ്റെ പേര് പറയും, ഇവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് ലിസൺ ബ്രോ, അവരൊക്കെ ചെയ്തോട്ടെ, അവർ ഹാപ്പി, കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാമല്ലോ. നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം. ദാറ്റ് ഇസ് അവർ പേഴ്സണൽ ഫ്രീഡം. അവർക്ക് ആഗ്രഹമുണ്ട് അവർ ചെയ്തോട്ടെ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഇതൊന്ന്. ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേ, ഇവന്റ്സിന് വേണ്ടി, അതിപ്പം സിനിമാ മേഖലയിലാവാം. ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം, അഗൈൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം. ഒരു പ്രാവശ്യം മെനി ഇയേഴ്സ് ബാക്ക് 10 years back നമ്മൾ ഷോന് പോകുമ്പം ഡാൻസേഴ്സ് ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പം ഞാൻ
പൊതുവെ ഇങ്ങനെ പോകുമ്പം ഹോട്ടൽസിൽ ഈ ക്രൂവിൻ്റെ കൂടെ താമസിക്കത്തില്ല. ബിക്കോസ് എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കുക. ആൻഡ് ഓൾസോ ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഈ അത്രയും നല്ലൊരു ഇതല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പം ഞാൻ ഷാർജയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ഇവരെല്ലാം അജ്മാനോ അവിടെ എവിടെയായിരുന്നു, ദുബായ് UAE. അപ്പോൾ അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഒരു ഫോൺ വരും. ഐ വാസ് ലൈക്ക് we're a little scared. I was like, don't answer it എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു ചർച്ച. ഞാൻ അവിടെ താമസിക്കാത്തതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു ഐ വിൽ ടെൽ യു ദിസ് ഓൾസോ. അപ്പോൾ ബേസിക്കലി എന്നിട്ട് ആ ഓർഗനൈസേഴ്സ്, ഇത് ഞാൻ അറിയുന്നില്ല, ഇതിന് മുമ്പ് ഓർഗനൈസർ എൻ്റെ അടുത്ത് വന്ന് രഞ്ജിനി സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു ആൻഡ് ടേക്ക് യു ഔട്ട് ഫോർ ലഞ്ച്, which I thought was okay. എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു സ്പോൺസർ വന്നു, ഞങ്ങൾ സംസാരിച്ചു, അദ്ദേഹം ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, നോ സോറി, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ ആ റൂട്ട് വാസ് നോട്ട് റൈറ്റ്. അന്ന് ഐ റിയലൈസ്ഡ് ദാറ്റ് ഇങ്ങനെയും നടക്കുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ മാത്രമല്ല ഈ ചൂഷണം എല്ലാവർക്കും. ഞാൻ കൂടെ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ചോദിക്കുന്നത്, ചാനൽസിൻ്റെ അടക്കം ഇവൻറ്റുകളിലും എല്ലാം വരുന്ന ഒരാളാണ്. ആ ഇൻഡസ്ട്രിയിലും ഈ ട്രെൻഡ് ഉണ്ടോ? ചാനൽസ് ഒന്നും ഇതുവരെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ബിക്കോസ് അഗൈൻ ലൈക്ക് ഐ സെഡ്, എനിക്ക് തോന്നുന്നു ഞാൻ അവിടെയും കയറിയത് പ്രിവിലേജിൽ നിന്ന് തന്നെയാണ്. ഞാൻ UK നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഐ എം ക്വൈറ്റ് വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കും. പിന്നെ ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആണ്. ഞാൻ ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ചാനലിലെ ഒരു ഷോയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി, എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് മാത്രമല്ല, കുറെ എന്താ പറയുക, ഞാൻ ഈ ഔട്ട് സ്പോക്കൺ ആയതുകൊണ്ട് ഈ ഔട്ട് സ്പോക്കൺ ആയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം നടക്കാറുള്ളത്. ഞങ്ങളുടെ ചോയ്സിൽ ഞങ്ങൾ വല്ലതും ചെയ്തു എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. യുനോ വാട്ട് മേക്സ് ദിസ് വെരി ഡിഫിക്കൾട്ട്? സിനിമ ഇൻഡസ്ട്രി വളരെ ഗ്രേ ആയി കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നോ പറയാം, ഓൾ ദാറ്റ് ഇസ്. പക്ഷെ വില്ലിംഗ്ലി, സന്തോഷത്തോടു കൂടി ഇത് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈ സെക്ഷൽ ഫേവേഴ്സിനെ കുറിച്ച് സമ്മതിക്കുകയാണെങ്കിൽ കുറേ സ്ത്രീകളോ പുരുഷന്മാരോ ആരായാലും, ഐ ഫീൽ അവരിത് ചെയ്യുന്നിടത്തോളം കാലം ഇറ്റ് വിൽ ഓൾവേസ് ബി ടഫ് ഫോർ ഓൾ ദി അതർ വിമൻ ഓർ മെൻ. ഞാൻ പറയുന്ന മനസ്സിലായി. വളരെ ക്ലിയർ ആണ്. കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിന്റെ ക്രക്സ് ആയി നിൽക്കുന്നത്, അല്ലെ? ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടി അവരുടെ കൺസെന്റ് കൊണ്ട് എന്ത് ചെയ്താലും മാർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നു, ഇതിൽ എത്ര വലിയ ബഹളങ്ങൾ ഉണ്ടായാലും ഈ ട്രെൻഡ് മാറില്ല. രഞ്ജിനി പറഞ്ഞതുപോലെ മാറില്ല. മൈ പ്രോബ്ലം ഈസ് അതാണ്, ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് അഫയേഴ്സ്. വൈ ആർ യു നോട്ട് ടാക്ലിംഗ് ദ റിയാലിറ്റി? അതും റിയൽ ആണ്. ഇറ്റ് ഈസ് റിയൽ. ഇപ്പൊ അമ്മ ഇങ്ങനെ ഒരു കൂട്ടരാജ്യം ഉണ്ടായി. ഇനി അമ്മയുടെ ഒരു ഫ്യൂച്ചർ, അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരണം, അല്ലെങ്കിൽ മറ്റ് യുവനടന്മാർ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ ഒരു ഫ്യൂച്ചർ, മലയാള സിനിമയുടെ ഒരു ഫ്യൂച്ചർ, ഇപ്പോഴത്തെ ഈ ഹാപ്പനിങ്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ പോകുമോ എന്ന് രഞ്ജിനി വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്താണ് വിചാരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആക്ച്വലി എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നിയത് അമ്മ കൂട്ടരാജി വെച്ചപ്പോഴാണ്. അതുവരെ എനിക്കൊന്നും തോന്നിയില്ല. ഐ തോട്ട് ഇറ്റ് വാസ് ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറയില്ലേ, ഈ എന്താ ഉത്തരം മുട്ടുമ്പോൾ രാജി. ദാറ്റ് വാസ് എ വെരി സ്റ്റുപ്പിഡ് മൂവ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പം ആ ഒരു മേഖലയിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആലാടൻ സംസാരിക്കുന്നൊക്കെ വിചാരിച്ചു, ഞാൻ മമ്മൂക്ക സംസാരിക്കുന്നതെന്നും വിചാരിക്കുന്നു. സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും പറയണ്ട, പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊന്നും ഒന്ന് പറയാം, അത്രമാത്രം മതി, അല്ലേ? ഈ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി തന്നെ ഇങ്ങനെ ഒരു ക്രൈസിസ് നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ഫ്യൂച്ചർ, എന്തെങ്കിലും തരത്തിലൊരു മാറ്റം, കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള അതൊരു സൂപ്പർ സ്റ്റാർ മൂവി വരുമ്പോൾ തീർന്നോളൂ. ഇതൊക്കെ അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ഇസ് ഗോയിങ് ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇപ്പം മറ്റേ വാട്ട് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് വിമൻ, ഇപ്പം മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഗ്രൂപ്പ്, അത് കുറച്ച് പേരെ ഇപ്പം ദിലീപേട്ടനെ സംഭവിച്ചു. ദിലീപേട്ടൻ 90 ദിവസം റിമാൻഡിൽ പോയി, തിരിച്ചു വന്നു. അദ്ദേഹം പിന്നെ സിനിമയിൽ അഭിനയിച്ചു. ഓക്കെ, ബോക്സ് ഓഫീസ് സക്സസ് ആണോ അല്ലയോ എന്നൊന്നും പറയണേ, സിനിമ അഭിനയിച്ചു, സിനിമാ ജീവിതം പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലേ. ഇപ്പം വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, കാരണം ദിലീപ് ആദ്യത്തെ ഒരു പടത്തിൽ വരുന്നു, രാംലീല ഹിറ്റ് ആവുന്നു, അതിനുശേഷമുള്ള കണ്ടിന്യൂസ് മൂവികൾ ജനം ഏതാണ്ട് ബഹിഷ്കരിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാലും സിനിമ ഇൻഡസ്ട്രി വളർന്നിട്ടല്ലേ ഉള്ളൂ. ഉണ്ട്. അപ്പം
ഇപ്പൊ നമ്മുടെ ജനത്തിന് ഒരു പക്ഷെ തിരിച്ചറിയാൻ കഴിയും. ആ ആറ്റിറ്റ്യൂഡ് ജനത്തിന് ഉണ്ടാവില്ല. ഇന്നത്തെ ജനമല്ല, 10 വർഷത്തെ 20 വർഷത്തെ ജനമല്ല ഇന്നത്തെ ജനം. നമുക്ക് തന്നെ അറിയാം, കുറച്ചുകൂടെ അവയർനെസ് കൂടുതലാണ്, അവർക്ക് കിട്ടുന്ന ന്യൂസ് കൂടുതലാണ്, ലോകം ചെറുതാണ്, ദേ നോ എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് എവ്രിവെയർ. മാത്രമല്ല ഇപ്പം ലൈക്ക് ഐ ഓൾവേസ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂരിപക്ഷം ജനതയുടെ ഒരു ഏജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 30കളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പവർ അവരുടെ കയ്യിലാണ്. 30s 40s ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം ചിന്താഗതി മാറുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, രഞ്ജനിക്ക് അതിൽ ആൻസർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ മീഡിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ മോശമായൊരു സൈബർ അറ്റാക്ക് ഉണ്ട്. അത് പലതും ഫാൻസ് അസോസിയേഷനുകളുടെ ലേബലിലുള്ളതാണ്. ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇങ്ങനെ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകളിൽ നടന്മാർക്കോ അല്ലെങ്കിൽ അഭിനേതാക്കൾക്കോ ഒരു പങ്കുമില്ല എന്ന് കരുതാൻ പറ്റുമോ? ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ. പക്ഷേ ഇത് ഫാൻസ് അസോസിയേഷൻ നടത്തുന്ന അറ്റാക്ക് ആണോ, പേഴ്സണലി ആൾക്കാർ നടത്തുന്ന അറ്റാക്ക് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേൾക്കുക, നല്ല കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ എടുക്കുക, ചീത്ത കാര്യങ്ങൾ കളയുകയാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ കളയുക. ഇത് ഫാൻസ് ആണോ ഇത് ചെയ്യുന്നത്, സ്റ്റാർസ് ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടു ബി വെരി ഓണസ്റ്റ് ഐ ഡോണ്ട് നോ. അതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രൂഫ് ഉള്ളത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ മീഡിയ അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു ഒന്ന് അനങ്ങിയാൽ തന്നെ മീഡിയ ഇസ് ഗെറ്റിംഗ് ടു നോ അബൌട്ട് ഇറ്റ്. ബട്ട് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഐ വാണ്ടഡ് ടു ടോക്ക് ഈസ് ബിക്കോസ് ഐ റിയലി ഹോപ്പ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിലല്ല എവിടെയും നടക്കുന്നത്. ഓക്കെ, ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ നടക്കുമ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോവാതെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ലാതെ വ്യാപകമായി സ്ത്രീകളുടെയും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വിക്ടിം ആവുന്ന എല്ലാവരുടെയും ഒരു സുരക്ഷിതത്വത്തിന് ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഐ ഫീൽ ഈ 4.5 വർഷം അവരത് പുറത്തിറക്കാതെ അല്ലെങ്കിൽ സർവൈവറിൻ്റെ കേസ് 7.5 വർഷം നീട്ടി അതിനൊരു നീതി ലഭിക്കാതെ പോകുന്ന ഒരു ലോകം കാണുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം പോവുകയാണ് സിസ്റ്റത്തിൽ. നിങ്ങളെ തെറ്റായ രീതിയിൽ ഈ സെക്ഷുവലി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ യാതൊരു അങ്ങനെ അതിന്റെ മലയാളം വാക്ക് എന്താ, നാണക്കേടിന് ഇല്ലാത്തൊരു കാര്യമാണ്. വി ഡോണ്ട് കെയർ. ആൻഡ് ഇന്ന് ഐ ഫീൽ ദാറ്റ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ആ ഓപ്പർച്യൂണിറ്റി മാറ്റത്തിന് വേണ്ടി യൂസ് ചെയ്യണം. ആ മാറ്റം നടക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൂവ്മെന്റ് ആയിട്ട് കൂടി ഇത് മാറട്ടെ. ആ ഒരു ഫോക്കസ് ഞങ്ങൾ മടക്കമുള്ള മീഡിയയ്ക്ക് കൂടെ കിട്ടട്ടെ. താങ്ക് യു രഞ്ജിനി. താങ്ക് യു സോ മച്ച്.